സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. ഇവിടെ എത്തുന്നവർക്കറിയാം സൗജന്യ ഭക്ഷണത്തിനും മരുന്നുകൾക്കുമായി 1 കിലോമീറ്റർ ചുറ്റി കയറ്റം കയറി വരേണ്ട സ്ഥിതി എന്താണ് എന്നുള്ളത്. പഴയ മെയിൻ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നതാണ് കാരണം. കോവിഡ് കാലത്ത് നിയന്ത്രണങ്ങളുടെ ഭാഗമായി അടച്ച ഗേറ്റ് പിന്നീട് ഇതുവരെയും തുറന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും സ്ഥലം MLA കൂടിയായ പി രാജീവിനും പരാതി നൽകിയതിനു പുറമെ നവകേരള സദസ്സിലും ജനങ്ങൾ ദുരിതം പറഞ്ഞു. പക്ഷേ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായില്ല. മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിൽ തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ട് ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് കടക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു വഴിയിലൂടെയായിരുന്നു. അപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടായി. അതിൻ്റെ ഭാഗമായാണ് ഈ ഗേറ്റ് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കളമശ്ശേരിയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വരുന്ന ആദ്യകാലത്തെ മെയിൻ ഗേറ്റാണ് വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് ഗേറ്റ് അടച്ചത്. ഈ വഴി തുറന്നാൽ OPയിലേക്കും അത്യാഹിത വിഭാഗത്തിലേക്കും രോഗികൾക്ക് വേഗത്തിലെത്താനാകും. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പരാതിപ്പെട്ടതാണ്. നവകേരള സദസ്സിൽ പോലും മന്ത്രിയുടെ അടുത്ത് കുറേയധികം ആളുകളെ ഒപ്പിടിച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ ഒപ്പിടിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ പരാതിപ്പെട്ടു. അതോടൊപ്പം കളക്ടറേറ്റിൽ പരാതിപ്പെട്ടു. കളക്ടർ വന്നത് വീക്ഷിച്ചതാണ്. ഒരാൾക്ക് കടക്കാവുന്ന രീതിയിൽ ഒരടി ഗ്യാപ്പിൽ ഇത് തുറന്നു കൊടുക്കാവുന്ന രീതിയിൽ കളക്ടർ ഒരു ഓർഡർ ഇടുകയും അതിനുശേഷം ഇവിടെ ഗേറ്റ് കൊണ്ടുവന്ന് വയ്ക്കുകയും ചെയ്തതിന് ശേഷം പോലും കളക്ടറിൻ്റെ ഓർഡർ നിലനിൽക്കാതെ തന്നെ ഇന്നും തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെയുണ്ട്. തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിലേക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്ന കേന്ദ്രങ്ങളിലേക്കും എത്തുവാൻ സാധാരണക്കാരായ രോഗികൾ ഓട്ടോ പിടിക്കേണ്ട സാഹചര്യമാണ്. ഇവിടെ കടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മരുന്ന് മേടിക്കാനും കഞ്ഞി മേടിക്കാനും അതുപോലെ കഞ്ഞി ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലും മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് അധികാരികൾ തുറക്കാനുള്ളൊരു സംവിധാനം ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ചെറുകിട കച്ചവടക്കാർക്കും ഈ ഗേറ്റ് ഇങ്ങനെ അടച്ചുപൂട്ടി കിടക്കുന്നതുകൊണ്ട് കച്ചവടം കുറയുന്നുണ്ട്. മാസ് പെറ്റീഷൻ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി തവണയാണ് സ്ഥലം MLAയും മന്ത്രിയുമായ പി രാജീവിന് നിവേദനം സമർപ്പിച്ചത്. ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. നവകേരള സദസ്സ് വന്നപ്പോൾ അവിടെയും പരാതി ബോധിപ്പിച്ചു. പരിഹരിക്കാമെന്ന പതിവ് പല്ലവിയല്ലാതെ ഒരു മാറ്റവും ഉണ്ടായില്ല. സാധാരണക്കാരായ മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമായ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അധികാരികൾ ഒന്ന് മനസ്സുവെച്ചാൽ ഈ അധിക യാത്ര അവസാനിക്കും. 24 കൊച്ചി.